ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇറച്ചിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കരിവേപ്പില എടുക്കാൻ വേണ്ടി പോയതാട്ടോ. കരിവേപ്പില മുഴുവനും ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ നല്ല കരിവേപ്പില എടുത്തുകൊണ്ട് വീട്ടിലെത്തിയിട്ട് ഇന്ന് കുഞ്ഞിപ്പെണ്ണ് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ആദ്യം മല്ലി ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. കരിയാതെ നല്ല കറുത്ത കളറായിട്ട് വറുത്തെടുക്കണം. അതിന് ശേഷം കുരുമുളകാണ് കേട്ടോ വറുത്തത്. പിന്നെ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിങ്ങെടുക്കുന്നുണ്ട്. ഉലുവയും കൂടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ജീരകവും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ജീരകം നല്ലോണം കളറ് മാറുന്നവരെ നന്നായിട്ട് വറുത്തിങ്ങെടുത്തു കേട്ടോ. കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടത് കരിയാപ്പിലയാണ് കേട്ടോ. ഇതും കൂടെ നന്നായിട്ട് പൊടിയുന്ന പോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തു. സ്റ്റീലിൻ്റെ ചീഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തത്. പിന്നെ ഏലക്ക ഇടാൻ മറന്നായിരുന്നു, അതും കൂടെ വറുത്ത് ചേർത്ത് കൊടുത്തു. അപ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളെന്തായാലും കളിക്കുമല്ലേ എന്ന് വിചാരിച്ച് അവളെ അവളുടെ വഴിക്ക് വിട്ട് ഞാൻ എൻ്റെ ബാക്കി പണിയിലോട്ട് കയറി. ഇതിനവസാനം ഇടാനായിട്ട് മല്ലിയില വേണം, അപ്പോൾ അതും മുറിച്ച് വെച്ചു. അതിന് ശേഷം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരു 2 ഇട്ടുള്ളൂ കേട്ടോ. കുരുമുളകും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾക്കല്ലേ കൊടുക്കാൻ. പിന്നെ ഇറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് തന്നെ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചു കേട്ടോ കുറച്ച് നേരത്തേക്ക്. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല നന്നായിട്ട് പൊടിച്ചിങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ. കളറ് കണ്ടില്ലേ? അങ്ങനെ ഇറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വരട്ടെ. കളറൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ അടി പിടിക്കരുത്. അതുകൊണ്ട് അതിന് ശേഷം വീണ്ടും ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് വേവിക്കാൻ വേണ്ടി പിന്നെയും വെച്ചു കേട്ടോ. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഈ മസാലയ്ക്ക്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെയും വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് നമ്മുടെ ഹീറോ വരുന്നത്. കുടംപുള്ളിയുടെ നീരാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ കുടംപുള്ളിയുടെ നീരും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനി കുറുകി വരണം. നല്ല കുറുകി എല്ലാം റെഡിയായതിന് ശേഷം മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇളക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് ഈ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. റൊട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചോറ് കൂട്ടി കഴിക്കാം. ഇത് കൂർഗ് സ്പെഷ്യലാണ് കേട്ടോ. കുട്ടികൾക്ക് ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് അവർ വേഗം വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചോറുണ്ടു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.